കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംഗീതങ്ങളുടെ പുസ്തകം 33 അധ്യായം അതിൻ്റെ 19 വാക്യത്തിൽ അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഈ 33 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വിവരിക്കുകയാണ്. നീതിമാനായി നടന്ന് നന്മ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിൻ്റെ കരുതൽ അങ്ങനെ ഇരിക്കുമെന്ന് ഈ വചനങ്ങൾ കൂടെ മനസ്സിലാക്കുന്നു. പ്രിയ ദൈവ പൈതലെ, ദൈവത്തിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ എന്ന് ഇതിൽ കൊടുത്തിരിക്കുന്നു. മരണത്തിൽ നിന്ന് വെച്ചാൽ നാം ഈ ലോകത്തിൽ നിന്ന് മരിക്കുന്നത് ദൈവം ഒരു നിശ്ചയിച്ച സമയം വെച്ചിട്ടുണ്ട്. ആ സമയം നമ്മൾ ഈ ലോകത്തു നിന്ന് പോകും. പക്ഷേ ആ മരണമെന്ന് പറയും ഒരു ആത്മീക മരണം. നമ്മുടെ ആത്മാവ് മരിച്ചു പോയാൽ നാം നരകത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ജീവനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ദുഷ്ടതകൾ നിമിത്തം നമ്മുടെ ആത്മാവിനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമകാലത്തിൽ പോറ്റുവാനും എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എത്ര തന്നെ കഷ്ടം വന്നാലും ഇതിൽ പഠിക്കുന്നത് ബാലസിംഹങ്ങൾ ഇരകൾ തേടി വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല എന്ന് ദൈവവചനം പറയുന്നത് പോലെ തൻ്റെ ഭക്തനെ ക്ഷാമകാലത്തും പോറ്റുവാൻ ദൈവം അങ്ങനെ നോക്കിയിരിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, എൻ്റെ കുട്ടിക്കാലത്തായാലും പപ്പ മരിച്ച സമയത്തായാലും അതേപോലെ എൻ്റെ ഭർത്താവിൻ്റെ മരണസമയം ഷാർജയിലായിരുന്നപ്പോഴും കർത്താവ് എന്നെ പോറ്റുന്ന ആ ഒരു വഴികൾ എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മുടെ കരങ്ങളിൽ ഇല്ലാതിരിക്കുമ്പോഴും നമ്മളെ പട്ടിണി കടത്താതെ നമുക്ക് വേണ്ടത് അയച്ചു തരുന്ന ഒരു ദൈവം. ഞാൻ ഇതിനു മുമ്പേയും ഞാനൊരു സാക്ഷിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിലായപ്പോൾ എൻ്റെ വീട്ടിലിരുന്ന പാല് തീർന്നു. അപ്പോൾ ഞാൻ ദൈവമേ, നാളെ എനിക്ക് കട്ടൻ കുടിക്കേണ്ട ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നപ്പോൾ അടുത്തൊരു ഫോൺ കോൾ വന്ന്, പാലുണ്ടോ, ചായക്ക് പാലിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടൊരു ഫോൺ കോൾ വന്നതും അവർ പാൽ വാങ്ങിക്കൊണ്ട് വന്ന് എനിക്ക് തന്നതും ഞാൻ ആരോടും ചോദിച്ചതല്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഇല്ലാതിരുന്നത് എൻ്റെ ദൈവത്തിനറിയാം. ദൈവം ഒരു മനുഷ്യനെ പറഞ്ഞയച്ചു. പ്രിയ ദൈവ പൈതലെ, അതേപോലെ തന്നെയാണ് തന്നെ ആശ്രയിച്ചിരിക്കുന്ന തൻ്റെ ഭക്തന്മേൽ കർത്താവ് അങ്ങനെ നോക്കിയിരിക്കും. അവരുടെ ആവശ്യങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ അവർക്ക് ഈ നിൽപ്പില്ല എന്ന് വരുമ്പോൾ ഇറങ്ങി വന്ന് ഒരു മനുഷ്യനെ പോലെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരം ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലുള്ള ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ, കണ്ണുനീരുകൾ എന്ത് തന്നെ ആയിരുന്നാലും ദൈവത്തിൻ്റെ പാദത്തെ വിടാതെ അവനെ മുറുകെ പിടിപ്പാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ക്ഷാമകാലത്തും പോറ്റുന്ന ദൈവത്തിൻ്റെ വൻ കരുതൽ കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ നിന്നെ തന്നെ വിശ്വസിച്ചിരിക്കുന്ന നിൻ്റെ മക്കൾ മരണത്തിൽ നിന്ന് കർത്താവെ രക്ഷപ്പെടുവാനും തങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവെ പഞ്ചകാലങ്ങൾ വന്നാലും അവരുടെ കഷ്ടതകൾ ദൈവം ഏറി നിൽക്കുമ്പോഴും ക്ഷേമമായി പോറ്റുന്ന അപ്പൻ്റെ കരങ്ങളിൽ വെച്ച് കർത്താവെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു കുറവുമില്ലാതെ ഇവരെ നടത്തുന്നത് കണ്ടിവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.